നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുതിരയെ തല്ലിച്ചതച്ച കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായി. അയത്തിൽ വടക്കേവിള കോളേജ് നഗർ 221 മടക്കൽ വീട്ടിൽ ബിവിൻ, അയത്തിൽ വടക്കേവിള താഴത്തുവിള വീട്ടിൽ പ്രസീദ്, വടക്കേവിള ഗാന്ധിനഗർ 175 വയലിൽ പുത്തൻ വീട്ടിൽ സെയ്ദ് അലി എന്നിവരെയാണ് ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രസീദ് നേരത്തെ 11 കേസുകളിലും ബിവിൻ 4 കേസുകളിലും സെയ്ദ് അലി 1 കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കേസിൽ 4 പേർ അറസ്റ്റിലായി. 2 പേരെ പിടികൂടാനുണ്ട്. കൊട്ടിയം പറക്കുളം വലിയവിള വീട്ടിൽ അൽ അമീനെ നേരത്തെ പിടികൂടിയിരുന്നു. കാറിലും സ്കൂട്ടറിലുമായി എത്തിയ 6 അംഗ സംഘമാണ് കഴിഞ്ഞ 25-ന് തെക്കേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പറമ്പിൽ കെട്ടിയിരുന്ന ദിയ എന്ന പെൺകുതിരയെയാണ് വടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്. വടക്കേവിള സ്വദേശി എ ഷാനവാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കുതിര. കാലുകൾക്കും മുഖത്തും സാരമായി പരിക്കേറ്റ കുതിര ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് വീട്ടിലെത്തിച്ച കുതിരയെ വെറ്റിനറി വിദഗ്ധ സംഘം സ്കാനിംഗ് നടത്തി ആന്റിബയോട്ടിക്കുകൾ നൽകി. ഗർഭിണിയായ കുതിര ആരോഗ്യം വീണ്ടെടുത്തു വരികയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇരവിപുരം ഇൻസ്പെക്ടർ ആർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്ക് കുതിരയുടെ ഉടമയുമായി മുൻ വൈരാഗ്യമൊന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുതിരയോട് യുവാക്കൾ നടത്തിയ പരാക്രമം നാട്ടുകാരിലും മൃഗസ്നേഹികളിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതികളും ഉടൻ അറസ്റ്റിലാകുമെന്ന് പോലീസ് പറഞ്ഞു.